ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ്. അവിടെ എൻ്റെ ആങ്ങളയുടെ, അതായത് ഞങ്ങളുടെ ആഷ്മി മോളുടെ പാട്ടിൻ്റെ അരങ്ങേറ്റമായിരുന്നു. കഴിഞ്ഞ വർഷം മോളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം പാട്ടിൻ്റെ അരങ്ങേറ്റമാണ്. ഞങ്ങൾ ശനിയാഴ്ച രാത്രി 6 മണി 6:30 ആയപ്പോഴാണ് ഈ പോകുന്ന വഴിക്ക് സംഗീത ജംഗ്ഷനിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ചു. വലിയ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചിക്കുവും സൈചേട്ടനും വൈകുന്നേരത്ത് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വ്യാഴാഴ്ച ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. അവരെല്ലാം നേരത്തെ പോയി. അപ്പം ഞങ്ങൾ നമ്മുടെ ജോലി തിരക്കും പിന്നെ കേശുക്കുട്ടന് ട്യൂഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഓരോ ചായയൊക്കെ കുടിച്ചു കേട്ടോ. രണ്ടിടത്ത് നിർത്തി ചായ കുടിച്ചു. പിന്നീടാണ് പോകുന്നത്. പിന്നെ എറണാകുളം വഴി ആണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് കോട്ടയം വഴി പോകാനിരുന്നതാണ്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്കാണ് ഐശ്വര്യയുടെ വീട്, ഐശ്വര്യയുടെ ഫ്ലാറ്റ്. അപ്പം അവിടെയും കൂടി ഒന്ന് കയറി പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിയാക്കിയത്. ആലപ്പുഴ വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഹൈവേയുടെ അടുത്താണ് ഐശ്വര്യയുടെ ഫ്ലാറ്റ്. അപ്പോൾ ഈ വഴി എന്തായാലും പോകുമ്പോൾ അവിടെ നിന്ന് കയറാതെ പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് കയറി മോളെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അവരും വന്നിട്ടുണ്ടായിരുന്നേ. അവർ പിറ്റേ ദിവസമാണ് വന്നത്. അവർക്ക് അവിടെ നിന്ന് വലിയ ദൂരം ഇല്ലല്ലോ. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം മതിയല്ലോ. 2 മണിക്കൂർ മതി അവിടെ നിന്ന് നമുക്ക് പോകുന്നതിന് ഗുരുവായൂർക്ക്. അപ്പോൾ അവർ ജിത്തുവും ഐശ്വര്യയും രാവിലെ അങ്ങ് വരും. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ടീ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യയുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ തടഞ്ഞു നിർത്തി. രാത്രി 12:30-1 മണിയായപ്പം വന്നതുകൊണ്ട്, അതുമല്ല പുറത്തുനിന്ന് ആര് വന്നാലും അവിടെ കയറ്റി വിടത്തില്ല. അപ്പോൾ സെക്യൂരിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചു. ഐശ്വര്യയുടെ ഗസ്റ്റാണെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നീട് ഐശ്വര്യ ഓടി വന്നു. അപ്പോഴത്തേക്കിനും ഐശ്വര്യ ഓടി വന്ന് അവൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റിയത്. ഇതാണ് ഐശ്വര്യയുടെ ഫ്ലാറ്റ്. അവിടെ പാർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഐശ്വര്യയുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ലിഫ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ സുനിത ചേച്ചിയാണെങ്കിൽ ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ഐശ്വര്യയുടെ ബാൽക്കണി. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ട്രെയിൻ പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ പറ്റും. ഹൈവേയും കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. നഗരത്തിന് നടുവിലാണെന്ന് വേണം പറയാൻ. അത്ര ഭംഗിയാണ് അവിടെ. ട്രെയിൻ ഒരു സൈഡിൽ കൂടെ പോകും, മെട്രോ അതിൻ്റെ മുകളിൽ കൂടെ, പിന്നെ അല്ലാതുള്ള വാഹനങ്ങൾ തൊട്ട് താഴെ കൂടി. അങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമായി ഐശ്വര്യ താമസിക്കുന്നത്. പിന്നെ ചെന്ന പാടെ തന്നെ ഞങ്ങളുടെ ആമിമോൾ പ്രാർത്ഥനക്കുട്ടി കേശുക്കുട്ടൻ്റെ കയ്യിലാണ്. ഇപ്രാവശ്യം എന്നെ വേണ്ട, കേശുവിന് മതി. കേശു അപ്പോഴത്തേക്കിനും പാർക്കിലൊക്കെ കയറാനായിട്ട് വന്നു. പക്ഷേ ഫസ്റ്റ് കയറിയതിനകത്ത് നടന്നില്ല. അവൻ മറിഞ്ഞു വീഴാൻ പോയി. പിന്നീട് അടുത്തതിനകത്ത് കയറി. അപ്പം ഞാനത് കറക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് വട്ടം കറക്കി കൊടുക്കുകയാണ്. അവിടെ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ നിന്ന് പാർക്കിൻ്റെ അടുത്ത് നിന്ന് കേശു കുറച്ച് സമയം കളിച്ചു. ഇത് ഏതാണ്ട് രാത്രി 1 മണി കഴിഞ്ഞേ ആ ടൈമിലായി കളിക്കുന്നത്. 1 മണി 1:30 കാണും. അപ്പോൾ പിന്നീട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കാറിനകത്ത് കയറി തിരിച്ച് ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ്. ഐശ്വര്യയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഗുരുവായൂർക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ വന്നു. ഒരു 3
അപ്പോൾ പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സുന്ദരി കുട്ടി തൻ്റെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു. പിന്നെ അവരെല്ലാം കൂടി അവരുടെ ഫാമിലി, അതായത് ആങ്ങളെയും ഫാമിലിയും ടീച്ചറും ഒക്കെ ചേർന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കുടുംബസമേതമുള്ള ഒരു ഫോട്ടോയാണിത്.